ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നു. ഇന്നലെ 10,000 പേർ അധികമായി സ്പോട്ട് ബുക്കിംഗിൽ ശബരിമലയിൽ ദർശനം നടത്തിയെന്ന് ഞങ്ങളുടെ ശബരിമല ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. സ്പോട്ട് ബുക്കിംഗിൽ വൻ വർധനയെന്ന് സന്നിധാനം പോലീസിന്റെ സ്പെഷ്യൽ ഓഫീസർ ബി കൃഷ്ണകുമാർ അറിയിച്ചു. ഈ ശബരിമല സീസണിൽ തുടർച്ചയായിട്ട് 2 ദിവസം 90,000 ക്രോസ് ചെയ്യുന്ന ആദ്യമാണ്. വെർച്വൽ ക്യൂ നമ്മൾ 70,000 ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെയും മെനഞ്ഞാന്നും സ്പോട്ട് ബുക്കിംഗ് 20,000 ഈ 20,000 ആണ് 10,000 വർധനവ്. ഈ 10,000-ൻ്റെ വർധനവാണ് നമ്മൾ 18-ാം പടിയുടെ ഫ്രണ്ട് മുതൽ ശരംകുത്തി വരെ ക്യൂ നീളുന്നത്. സ്വാഭാവികമായും ഈ 10,000 പേരുടെ വർധനവ് 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ ക്യൂ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഈ വ്യത്യാസമേ ഉള്ളൂ, ദർശനത്തിന് തടസ്സമില്ല. ഇനി ശബരിമല സന്നിധാനത്ത് നിന്ന് അശ്വിൻ പാലാഴി നമുക്കൊപ്പം ചേരുകയാണ്. അശ്വിൻ, യഥാർത്ഥത്തിൽ വലിയ തിരക്കാണല്ലേ ഇപ്പോൾ? ഓക്കെ, പറയൂ. ഗുഡ് മോർണിംഗ്. വലിയ തിരക്കാണുള്ളത്. ഈ ബി കൃഷ്ണകുമാർ സ്പെഷ്യൽ ഓഫീസർ പറഞ്ഞതുപോലെ തന്നെ 10,000 പേർ അധികമായി ഇന്നലെ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തി. സാധാരണഗതിയിൽ 10,000 പേരെയാണ് സ്പോട്ട് ബുക്കിംഗ് വഴി പമ്പയിൽ നിന്ന് കയറ്റിവിടുക. അതിനും പുറമെ 10,000 പേർ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്നു എന്ന് പറയുമ്പോൾ 20,000 പേരാണ് ഇന്നലെ സ്പോട്ട് ബുക്കിംഗ് വഴി മാത്രം സന്നിധാനത്ത് എത്തിയത്. അതിന് പുറമെയാണ് ഓൺലൈൻ ബുക്കിംഗ് എല്ലാം കൂടി കൂട്ടി 95,000 എന്നുള്ള വലിയ സംഖ്യയിലേക്ക് ഇന്നലെ തീർത്ഥാടകരുടെ എണ്ണം എത്തിയത്. ഇന്നും സമാനമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇതുവരെ ദർശനം നടത്തിയവരുടെ എണ്ണം എന്ന് പറയുന്നത് 37,000-ഓടടുത്തു. അത് സാധാരണഗതിയിൽ ഉണ്ടാവാത്ത കണക്കാണ്. 1 മിനിറ്റിൽ ശരാശരി 18-ാം പടി കയറുന്ന ഭക്തരുടെ എണ്ണം 70 എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന കണക്ക്. എന്തായാലും വരും ദിവസങ്ങളിൽ മണ്ഡല പൂജയിലേക്കൊക്കെ കടക്കുകയാണ്. ഇനിയും തിരക്ക് വർദ്ധിക്കുമെന്നുള്ളതാണ് പോലീസൊക്കെ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരക്ക് നിയന്ത്രിക്കാനുള്ള ഏകോപന യോഗങ്ങൾ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. ADGP നേരിട്ട് തന്നെ സ്പെഷ്യൽ ഓഫീസറെ വിളിച്ച് ഇതിൻ്റെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുമുണ്ട്. അതേസമയം തിരക്ക് വലിയ തോതിലുണ്ടെങ്കിൽ പോലും ഭക്തർക്ക് സുഗമമായി ദർശനം നടത്തി മടങ്ങാനുള്ള സൗകര്യം ഉണ്ട്. പോലീസ് അവിടെ കൃത്യമായി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുവെന്ന് ദേവസ്വം ബോർഡും പറയുന്നുണ്ട്. എന്തായാലും തിരക്കിലും സുഗമമായി തന്നെ ഭക്തർക്ക് കടന്നു പോകാനാവുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് മുതൽ ഉള്ള ഒരു മാറ്റം നമ്മൾ ഇന്നലെ മുതൽ പറയുന്നതാണ്. അതായത് എരുമേലിയിൽ നിന്നുള്ള കാനനപാത വഴി വരുന്ന ആളുകളെ ഇന്ന് രാവിലെ 7 മണി മുതൽ പ്രത്യേക ക്യൂ വഴി സാമിയപ്പൻ റോഡിലെ പ്രത്യേക പാത വഴി സന്നിധാനത്ത് എത്തിക്കാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. അവർ അല്പസമയത്തിനുള്ളിൽ സന്നിധാനത്ത് എത്തും. അവർക്ക് ക്യൂ ഇല്ലാതെ ഇനി മുതൽ ദർശനം നടത്താം എന്നുള്ളൊരു ആശ്വാസ വാർത്ത കൂടി അവർക്കുണ്ട്. ഓക്കെ, താങ്ക് യു. അശ്വിൻ പാലാഴിയാണ് ശബരിമല സന്നിധാനത്തും ചേർന്നത്.